നമുക്കറിയാം, ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി എത്തിച്ചേരിക്കുന്ന ഡോക്ടർ ജോബി എലക്കാട്ട്. അദ്ദേഹം മംഗലാപുരത്താണ് സെറ്റിൽ ചെയ്ത്, ഈ പള്ളി ഇടവക്കാരനാണെങ്കിൽ അദ്ദേഹം മംഗലാപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം ഇപ്പോൾ മംഗലാപുരത്ത് നിന്നുകൊണ്ട് ഒരു നല്ലൊരു നെറ്റ്വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ മോന് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചിരുന്നുവെന്നും അവിടെ KCVLയുടെ നേതൃത്വത്തിൽ നമുക്കൊരു നല്ല പരിപാടി നടത്തണമെന്നൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു തികഞ്ഞ സമുദായ സ്നേഹിയാണ്. ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമ്മളൊന്ന് എത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടെ ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ മീറ്റിങ്ങും. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജോബി എലക്കാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയാൽ അനുഗ്രഹീതമായ ഈ നീണ്ടൂരിൻ്റെ മണ്ണിലേക്ക് ജ്ഞാനായ സമുദായ സംരക്ഷണ വേദിയുടെ അടുത്ത 2 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനത്തിനു വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പുതിയ പ്രസിഡന്റ് ശ്രീ ബിജു വാണിയപുരയ്ക്കൽ, ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതിയുടെ നമ്മുടെ എല്ലാമായ പ്രൊഫസർ ബേബി കാനാട്ട്, പ്രൊഫസർ മാത്യു പ്രാൽ, ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഷിബി പഴയമ്പള്ളിൽ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരാണ്. പ്രിയ ജ്ഞാനായ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ മാലാഖയാൽ അനുഗ്രഹീതമായ ഈ ദേവാലയത്തിൻ്റെ പരിസരത്തേക്ക് അടുത്ത 2 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ആദ്യമായി ഈ ഇടവകയിലെ ജ്ഞാനായ സമുദായ സംരക്ഷണ വേദിയുടെ പേരിൽ, അതിന് നേതൃത്വം നൽകുന്ന മുഴുവൻ ഭാരവാഹികളുടെ പേരിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഒറ്റവാക്കിൽ നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ഈ സമുദായത്തെ പ്രതിസന്ധികളിലൂടെയും പ്രലോഭനങ്ങൾക്കൂടെയും അതിൻ്റെ നടുവിൽ കൂടെ ഈ സമുദായത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ പൂർവികർ, അതോടൊപ്പം നമുക്ക് ആത്മീയ നേതൃത്വം നൽകിയ ചില വൈദികർ, കുറുപ്പനത്തച്ഛൻ, അതുപോലെ ഇളം തലമുറയിൽപ്പെട്ട തോമസ് പ്രാലച്ചൻ, അങ്ങനെ നിരവധി വൈദികർക്കും സന്യാസിനികൾക്കും ജന്മം നൽകിയ ഈ മണ്ണിൽ വിധി വൈപരീത്യമെന്ന് പറയട്ടെ, വിശുദ്ധ മാലാഖയുടെ പേരിലുള്ള ഏതാനും വ്യക്തികൾ തന്നെ ഈ സമുദായത്തിൻ്റെ അന്ത്യം കുറിക്കുവാൻ അഹോരാത്രം പടപൊരുതുമ്പോൾ നെഞ്ചിലേറിയ വിശ്വാസം കൊണ്ട് ഈ സമുദായത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ, സമുദായത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ നമുക്ക് എന്നും പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ബേബി സാറിനെ പോലെ, മാത്യു പ്രാൽ സാറിനെ പോലെ, അതുപോലെ യുവതലമുറയിൽപ്പെട്ട നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നു. മാളേക്കലെ വേദപാഠം പഠിപ്പിച്ച ടീച്ചറൊക്കെ ഈ സമയത്തും കുടുംബസമേതം ഇവിടേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ എന്നോടൊപ്പം സ്കൂളിലും കോളേജിലും പഠിച്ച പലരെയും ഇവിടെ കാണുമ്പോൾ ഇതൊരു ധന്യമുഹൂർത്തമായി മാത്രം ഞാൻ കാണുകയാണ്. സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എങ്കിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്ന 2 ചെറിയ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത ജ്ഞാനായ ദേവാലയത്തിൽപ്പെട്ട 2 വൈദികർ വിദേശത്തും കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ സേവനമനുഷ്ഠിച്ചതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും അവരാൽ കഴിയുന്ന സേവനങ്ങൾ ഈ സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെയ്യുമ്പോൾ ചില പ്രതിസന്ധികൾ അവർ നേരിട്ടപ്പോൾ നമ്മുടെ കടുത്തുരുത്തി ഫൊറാനയിലെ വികാരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കറിയാം, കടുത്തുരുത്തി ഫൊറാനയിലെ വികാരി വളരെ സീനിയറായിട്ടുള്ള ഒരു വൈദികനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ നിസ്സഹായരാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇൻവെർട്ടർ കോമയിൽ പറയുകയാണ്,
ഞങ്ങളൊക്കെ നിസ്സഹായരാണ്. ഞങ്ങൾ അനുസരിച്ച് നിന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല പള്ളി കിട്ടിയല്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ജീവിതത്തിൻ്റെ സായം വേളകളിലും ഒരു നല്ല പള്ളിക്ക് വേണ്ടിയിട്ട്, സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമുദായത്തെ നാമാവശേഷമാക്കുവാൻ ശ്രമിക്കുന്ന ഏതാനും ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട് എങ്കിൽ പോലും, അതോടൊപ്പം മനസ്സുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്ന, ഈ സമുദായത്തെ സംരക്ഷിച്ചു നിർത്തണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഇളം തറമിൽപ്പെട്ട കുറേ നല്ല വൈദികരും സന്യാസികളും നമ്മുടെ ഒപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മുടെ സെൻറ്റ് ജോസഫിലെ ഒരു സിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞത്, എന്ത് ചെയ്യാനാ, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ കൊന്ത ചെല്ലുകയാണ്. നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ ഇനിയെങ്കിലും നേർവഴിക്ക് വരുന്നതിന് വേണ്ടി ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇന്നൊരു പ്രവൃത്തി ദിനമായിരുന്നിട്ട് കൂടിയും ഇവിടേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് കാണിച്ച ഈ ആത്മാർത്ഥത, ഈ സമുദായം നിലനിന്ന് കാണണം എന്നുള്ള നിങ്ങളുടെ ത്വര, നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത 2 വർഷത്തെ ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതിയുടെ പുതിയ പ്രസിഡന്റ് ശ്രീ ബിജു വാണിയപുരക്കലിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമുദായത്തിൻ്റെ പേട്രൺ, നമുക്കെന്നും ആവേശവും പ്രചോദനവുമായി നിൽക്കുന്ന പ്രൊഫസർ ബേബി കാനാട്ടിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനായ സമുദായ സംരക്ഷണ വേദിയുടെ മുൻ പ്രസിഡന്റ്, എന്നും നമുക്ക് ആവേശവും പ്രചോദനവുമായി നിലകൊള്ളുന്ന ശ്രീ ഷിബു പഴയമ്പള്ളിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടനയുടെ പേട്രനായിരിക്കുന്ന പ്രൊഫസർ ബേബി കാനാട്ടിനെ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ആവേശമാണ്. പ്രൊഫസർ ബേബി കാനാട്ട്, അതുപോലെ നമ്മുടെ ഇടഭാഗമായിരുന്ന മാത്യു പ്രാൽ സാറ്, ഇവരെ 2 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സംഘടനയുടെ മറ്റൊരു പേട്ടനായിരിക്കുന്ന, എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോയി തോമസ് പുല്ലാനപ്പള്ളി, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റൊരു രക്ഷാധികാരി ശ്രീ എബ്രഹാം നടുവിത്തര സാറിനെ സ്നേഹപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ശ്രീ സാബു ചെമ്മലക്കുഴി, അദ്ദേഹം അമേരിക്കയിലാണ് എങ്കിൽ പോലും നമ്മളോടുള്ള സ്നേഹവും ഈ സമുദായ സംഘടനയോടുള്ള കടപ്പാടുമുണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഈ സമുദായ സംരക്ഷണയുടെ KCCയുടെ ഇലക്ഷൻ സമയത്ത് വളരെ മനോഹരമായ പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ ഫൊറോനയുടെ കടുത്തുത്തി ഫൊറോനയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട, എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ എബ്രഹാം കുരിക്കാട്ടിൽ സാറിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടനയുടെ പുതിയ സെക്രട്ടറി ശ്രീ ബേബി പരപ്പനാട്ട് സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയെ പ്രതിസന്ധിയിൽ കൂടി നയിച്ച മുൻ സെക്രട്ടറി ശ്രീ ബേബി വെളിയത്തിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
വൈസ് പ്രസിഡന്റ് ജെയിംസ് ജോർജ് ഇതിനകത്തില്ല. ഇല്ല. ഓക്കെ. ജെയിംസ് എന്നോടൊപ്പം കളിച്ചു വളർന്ന ഇന്ന് ഈ സമുദായ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചാക്കോച്ചനെ, ജെയിംസ് ജോർജിനെ എനിക്കറിയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സമുദായത്തോടുള്ള പ്രതിബദ്ധത എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും പുതിയ ഈ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ സമുദായ സംഘടന കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ശ്രീ ചാക്കോച്ചനെ, നമ്മുടെ പ്രിയ ജെയിംസ് ജോർജിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സമുദായ സംഘടനയുമായി ബന്ധപ്പെട്ട പുതിയ നിയമാവലി ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ക്നാനായ സമുദായത്തിൻ്റെ നന്മയെ കരുതിയാണ് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കുന്നത് എങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ, അതിൻ്റെ കീഴിൽ വരുന്ന നാം ഓരോരുത്തരും ആ നിയമം എന്താണ്, ആ നിയമസംഹിത എന്താണ് എന്ന് തിരിച്ചറിയണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചൈതന്യ പാസ്റ്ററൽ സെൻറ്ററിൽ നമ്മുടെ സമുദായത്തിലെ ഏതാനും അഡ്വക്കേറ്റ്സ്മാരുടെ ഒരു യോഗമുണ്ടായി. ആ യോഗത്തിൽ പുതിയ നിയമസംഹിത പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സഭാ നേതൃത്വം അന്നവിടെ വന്നത്. പക്ഷേ എനിക്കറിയാവുന്ന വിരലിൽ എണ്ണാവുന്ന ഏതാനും സമുദായ അഡ്വക്കേറ്റ്സ്, വക്കീലന്മാർ, അവരുടെ കൂടിയാലോചനകൾക്ക് ശേഷം പുതിയ നിയമസംഹിതയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ സമുദായത്തിൻ്റെ നന്മയ്ക്കല്ല, മറിച്ച് ഈ സമുദായത്തെ നാമാവശേഷമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിവുകൊണ്ട് ചൈതന്യയിൽ കൂടിയ ആ സമ്മേളനത്തിൽ ഈ നിയമസംഹിത പാസ്സാക്കുവാൻ സാധിക്കുകയില്ല എന്നും ഇത് പഠിച്ച് അതിന് വേണ്ടപ്പെട്ട ഭേദഗതികൾ വരുത്തുവാൻ ഞങ്ങൾക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് നിയമസംഹിത പാസ്സാക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു ആളാണ് അഡ്വക്കേറ്റ് അനീഷ് കിടങ്ങൂർ. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ സമുദായത്തെ മറ്റു ചില അഡ്വക്കേറ്റ്സുമാരും കൂടി വളരെ ശക്തമായ, ധീരമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് അവരുദ്ദേശിച്ച നിയമസംഹിത അതേ രീതിയിൽ പാസ്സാക്കുവാൻ കഴിയാതെ പോയത്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനീഷിനെ താങ്കളുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം തുടർന്നും ഈ സമുദായ അംഗങ്ങളെ കാത്തുസൂക്ഷിക്കുവാൻ, ഇതിൻ്റെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ സമുദായ അംഗങ്ങൾക്ക് എന്നും പ്രചോദനമാട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം തങ്ങളെ സ്വാഗതം ചെയ്യുന്നു. KSSൻ്റെ പുതിയ ട്രഷറർ, എനിക്കറിയാം അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട് എങ്കിൽ പോലും നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും അദ്ദേഹം സ്റ്റേജിലേക്ക് നടന്നു കയറിയത്. ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ട് എങ്കിൽ പോലും എന്നും നമ്മോടൊപ്പം നിലകൊള്ളുന്ന ഈ സംഘടനയ്ക്ക് ധീരമായ നേതൃത്വം നൽകുന്നതിനു വേണ്ടി അടുത്ത 2 വർഷത്തെ ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോയൽ പവത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ജോയി കുസുമാലയം, അതുപോലെ കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകളായി നീണ്ടൂർ പള്ളിയിലെ അച്ഛൻ്റെ മേടയിൽ സന്ദർശിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള ഉയർന്ന ഒച്ച കേൾക്കുവാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരുപക്ഷെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ അനുഗ്രഹം കൊണ്ടാവാം നീണ്ടൂർ പള്ളിയിലെ 3 കൈക്കാരന്മാരും, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, 3 കൈക്കാരന്മാരും തോളോട് തോൾ ചേർന്നതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ, ഈ ഇടവക അംഗങ്ങളുടെ, ഈ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നു. മറ്റെല്ലാ ഉത്തരവാദിത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇന്നും കണ്ടു, രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവർ
നമുക്ക് വേണ്ടിയിട്ട്, ഈ ഇടവക ദേവാലയത്തിന് വേണ്ടിയിട്ട്, ഈ ഇടവക ദേവാലയത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നവരാണ്. നിങ്ങൾ രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടെ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സമുദായാംഗമായ ഒരു വൈദികൻ ഇന്ന് ഒരുപക്ഷെ ജീവനും മരണത്തിനുമിടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി ഈ അവസരം നാം വിനിയോഗിക്കുക. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ജ്ഞാനായ വൈദികരും സന്യാസിനികളും ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷേ വ്യക്തിപരമായ ചില സാഹചര്യങ്ങളാൽ പലരും നമ്മളോടൊപ്പം ഇതുപോലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാൽ, വ്യക്തിപരമായ സാഹചര്യങ്ങളാൽ ഇതുപോലുള്ള യോഗങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്തവരാണ്. ദയവായിട്ട് അവരെ തിരിച്ചറിയുവാനും ഈ സമുദായത്തിൻ്റെ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളിൽ ജ്ഞാനായ സംരക്ഷണ സമിതി അവരെ കൂടി കുറേ കൂടി അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് മാത്രം ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ ജോബി.